ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളത് 24 ഇഞ്ച് ചൈന LED TV ആണ്. പാനൽ ഇഷ്യൂ ആണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓൾറെഡി കത്തുന്നില്ല, പക്ഷെ ഞാൻ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാങ്ക് സ്ക്രീൻ ആണ്. ബാക്ക് ലൈറ്റ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് സൈഡിൽ നിന്ന് ഇത് വന്നത് ഗ്രീൻ സ്ക്രീൻ ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലൈന്റ് നോക്കാം. പിന്നെ എനിക്ക് നല്ല ജലദോഷവും പനിയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചീറ്റുന്ന സൗണ്ട് ഒക്കെ കേൾക്കും. ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പൊ നമുക്ക് TV ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിത് പാനൽ വരുന്നത് PT236AT02. അതാണ് ഈ പാനൽ നമുക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ബാക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്കാണ്. പാനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വോൾട്ടേജുകൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ VCC വോൾട്ടേജ് ആണ് വരേണ്ടത്. 12.1 വോൾട്ട് വരുന്നുണ്ട്. ഇത് VCOM വോൾട്ടേജ് ആണ്. 5.7 ഓക്കെ ആയിട്ടുണ്ട്. ഇത് VGL -6 വോൾട്ട് ഓക്കെ. അടുത്ത VGH ആണ്. 26.5 നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വോൾട്ടേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ സൈഡ് കഫിലോട്ട് നമ്മുടെ ഈ സൈഡ് കോപ്പിൽ എത്തുന്നുണ്ടോ എന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ സൈഡ് കോപ്പിലോട്ട് ഈ വോൾട്ടേജ് വന്നില്ലെങ്കിൽ ഈ ഗ്രീൻ സ്ക്രീൻ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സൈഡ് കോപ്പ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയിന്റുകൾ ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എങ്കിലേ നമുക്കവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ LVDS ഊരിയിട്ടിട്ട് വേണം നമ്മൾ ഇത് ചിരണ്ടാന്. ഞാൻ LVDS ഊരിയിട്ടിട്ട് ബാക്ക് ലൈറ്റ് മാത്രം ഓൺ ചെയ്തിട്ടേക്കാണ് വെട്ടത്തിന് വേണ്ടി. നമ്മൾ ഒരു പോയിന്റ് ചിരണ്ടിട്ടുണ്ട്. എനിക്ക് നോർമലായിട്ട് സാധാരണ VGH മിസ്സിംഗ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെ OE ആയിരിക്കും. അപ്പൊ ഞാൻ അതുകൊണ്ട് VGH തന്നെ ഫസ്റ്റിലേക്ക് ചിരണ്ടി നോക്കാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ചിരണ്ടി നോക്കാം. എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് ഈ VGH ആണ്. ഇപ്പൊ VGH നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സൈഡ് കഫില് വോൾട്ടേജ് ചെക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു ഇമേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സെറ്റ് ഓൺ ചെയ്തു. ഇത് VGH -2.6 ആണ് നമുക്ക് വരുന്ന വോൾട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പൊ ഇപ്പൊ VGH വോൾട്ടേജ് നമുക്ക് മിസ്സിംഗ് ആണ്. ഇപ്പൊ VGH നമ്മൾ ജമ്പർ വയർ ഇട്ട് നമ്മളൊരു ബൈപ്പാസ് ഇട്ട് VGH കൊടുക്കണം. അപ്പൊ നമ്മൾ VGHലേക്ക് ഈ ജമ്പർ വയർ ഇട്ട് ഒരു ബൈപ്പാസ് കൊടുക്കുകയാണ്. ഇത് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോൾഡറിങ് സ്റ്റേഷനിലെ പോയിന്റ് ഇപ്പോൾ അയണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് നല്ലപോലെ കുറച്ചിടണം. ഒരു 350-നകത്തൊക്കെ ഇടണം. അതല്ലാതെ കൂടുതൽ വോൾട്ടേജ് ഇട്ടിട്ട് നമ്മൾ സോൾഡറിങ് ചെയ്യാൻ വെച്ചാൽ ആ കോഫ് ഡാമേജ് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം.
അതുപോലെ ഈ സോൾഡറിങ് സ്റ്റേഷനൊക്കെ മേടിക്കാനുള്ള ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ BGH-ലേക്ക് ആ ജമ്പർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടേപ്പ് കൂടെ നമ്മൾ ഒട്ടിച്ചുവിടാം, അതല്ലെങ്കിൽ ഇളകി പോവും. ഇപ്പം നമ്മൾ ടേപ്പ് കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനലൊന്ന് തിരിച്ചിട്ടിട്ട് സ്കെയിലർ PCBയിലെ VGH പോയിന്റിൽ ആ ജമ്പർ വയർ സോൾഡർ ചെയ്യണം. ഞാനിപ്പം പാനൽ തിരിച്ചിട്ടായിരുന്നു ഇത് കമത്തിയിട്ടാണ് ഇത്രയും ചെയ്തത്. ഇപ്പം നേരെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ VGH ആ സ്കെയിലർ PCBയിലൊന്ന് കൊടുക്കണം. നമ്മളിവിടെ VGH പോയിന്റിലാണ് കൊടുക്കാൻ പോകുന്നത്. അവിടെയും കൂടെ ഒന്ന് സോൾഡർ ചെയ്യണം. നമ്മളെ VGH പോയിന്റിൽ സോൾഡർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ജമ്പർ വയർ. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കണം. നമ്മൾ സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാനൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ബോർഡിനകത്ത് ബേണിൻ മോഡ് അല്ലെങ്കിൽ RGB ടെസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ആ മോഡിനകത്ത് ആയതുകൊണ്ടാണ് ഈ കളറുകൾ ഇങ്ങനെ മാറി മാറി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനൽ റെഡി ആയിട്ടാണിത് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് മറ്റേ TV-യിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ പടം ഇട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ പാനൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ 24 ഇഞ്ച് TV എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പാനൽ സെറ്റ് ചെയ്യാം. ഈ ഒരു LED കൂടെ ഒന്ന് മാറുകയാണ്. നമുക്ക് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഈ ഒരു LED കൂടെ അങ്ങ് മാറ്റിയിട്ടേക്കാം. ഈ സ്റ്റാൻഡ് ബൈ LED നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ പാനലിലൂടെ ഒന്ന് LVDS കൂടെ ഒന്ന് കണക്ട് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഈ VGH എന്നുള്ള പോയിന്റിലാണ് ഈ VGH എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ആ ജമ്പർ കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ. അപ്പം നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം സ്റ്റാൻഡ് ബൈ ലൈറ്റ് കൂടെ കത്തിയിട്ടുണ്ട്. ബൾബ് നമ്മൾ മാറി എന്ന് പറഞ്ഞായിരുന്നു. LED മാറ്റിയിട്ടുണ്ട്. ഓൺ ചെയ്യാം. നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമ്മുടെ പാനൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.